കെ.സി. മാത്യു സാറിനെ കള്ളക്കേസിൽ കുടുക്കി പഴിചാരിയ പോലീസിനും അതിന് കൂട്ടുന്ന മാധ്യമങ്ങൾക്കും മറ്റ് സംഘടനകൾക്കുമെതിരെ KPSC നടത്തുന്ന ഈ ഹർത്താൽ വിജയകരമാക്കി തന്ന എല്ലാ ഉള്ളൂർ നിവാസികൾക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. റോട്ടിലൊരൊറ്റ ആള് ചേട്ടാ കേസിക്ക് പബ്ലിക്കിൽ ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യായിട്ടാ. പെണ്ണേസിൽ തല്ലാനും കൊല്ലാനും എന്നെ കിട്ടില്ലട്ടാ, നാണം കെട്ട കേസാണ്. അതെ, എത്ര ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. കാലത മോനെ, മറ്റേ ട്യൂബ് ലീക്കാതായിരിക്കും. ഞാൻ കപ്പ പ്രസിഡന്റാണ്. കപ്പല്ല ചക്ക. വണ്ടി കയറോ, ആളെ പിടിച്ച് കയറോ, വണ്ടി എടുക്കണോ. ചേട്ടാ സംഭവം സക്സസ് ചേട്ടാ. അയ്യപ്പേട്ടനൊക്കെ ഈസി ആയിട്ട് ജാമ്യം കിട്ടും. വക്കീലിനെ ഒന്നും ഇനി കേൾക്കാൻ പാകില്ല. നമ്മുടെ ഹർത്താലുകാരനെ ഇന്ന് കോടതിയും കൂടെ തുറന്നില്ല. എനിക്ക് അവനെ കൊന്നാ പോരാ, വെട്ടി നുറുക്കണം വക്കീലെ. വെറുതെ മണ്ടത്തരം പറയില്ല കേസി. ഒല്ലൂർ വാർഡിലെ കൃത്യമായി പ്രൂഫ് പോലും ഇല്ലാത്ത ഒരു ചെറിയ നാറ്റക്കേസ്. ഒന്ന് സോപ്പ് തേച്ച് കുളിച്ചാൽ മാറാവുന്നേ ഉള്ളത്. നമുക്ക് അവനെ നിയമം കൊണ്ട് തന്നെ കുരുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതിനുള്ള കുഴി അവൻ തന്നെ തോണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നാളെ കോടതിയിലേക്ക് വരണം. കേസി, മാളത്തിൽ ഒളിച്ചിരിക്കുന്ന നേതാവിനെ എന്തെങ്കിലും മറയ്ക്കാനുള്ളൂ. മനസ്സിലായോ? ഇതിവർ പാർട്ടി ഗുണ്ടകളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് യുവർ ഓണർ. എന്റെ കക്ഷി ജോയെ ആക്രമിച്ചതിന് ശേഷമാണ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പേരിനുള്ള ഈ ഡിസ്മിസൽ. ചെക്ക് ദിസ് ഒറിജിനൽ പാർട്ടി മിനിറ്റ്സ് യുവർ ഓണർ. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത്. പ്ലീസ് സീ ദിസ് യുവർ ഓണർ. ഇതാണോ? ഇത് ഞാൻ നില കണ്ടിരുന്നു. കേസിന്റെ പെണ്ണ് കേസ് ഹർത്താലല്ലേ? ഈ വ്യാജ ഹർത്താലിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ജോയ്ക്ക് അറിയാമോ? നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മിസ്റ്റർ ജോയ്. നിങ്ങളുടെ ഇമെയിലിൽ നിന്നാണ് ആ നോട്ടീസിന്റെ സോഫ്റ്റ് കോപ്പി തൃശൂർ പ്രിന്റേഴ്സിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഹർത്താലിന്റെ ഭാഗമായി ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരിൽ പലരും നിങ്ങളോടൊപ്പമുള്ളവരായിരുന്നു. ആണോ താക്കോൽക്കാര? ശരിയാണ്, ഞാൻ തന്നെ നടത്തിയ ഈ ഹർത്താൽ വിജയിക്കാനുള്ള കാരണം പെണ്ണ് കേസിൽപ്പെട്ട കെ.സി. മാത്യൂസിനോട് ജനങ്ങൾക്കുള്ള സപ്പോർട്ട് കൊണ്ടാ? അല്ല, നമ്മുടെ നാട്ടുകാർക്ക് ഹർത്താൽ എന്ന് കേട്ടാൽ മതി അത് ഏത് പാർട്ടി നടത്തണം എന്നുള്ളതൊരു വിഷയമല്ല. ഡെയിലി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹർത്താൽ ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം വെച്ചോണ്ട് ഇത് തന്നെയാ. ഈ തേങ്ങയാറിന് ഇവിടെയുള്ളവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാ വരുന്നതെന്ന് ചിന്തിക്കേണ്ട വെച്ചോളൂ. അത്തരം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ഒരു ഗവൺമെന്റ് മിഷനറി ഉണ്ട് മിസ്റ്റർ ജോയ്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഒരു വലിയ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു സാമൂഹ്യ വിപത്താണ് മിസ്റ്റർ ജോയ് എന്ന് സ്വയം കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ ഹർത്താൽ നടത്തി ജനജീവിതം തടസ്സപ്പെടുത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 3 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് മിസ്റ്റർ ജോയ് ചെയ്തിരിക്കുന്നത്. ഇയാളെപ്പോലെ അപകടകാരിയായ ഒരു മനുഷ്യനെ തുറന്നുവിട്ടാൽ അത് ഈ നാടിന് തന്നെ ഭീഷണിയായേക്കാം. ആസ് പെർ കാപ്പ് ആക്ട് ഈ നിൽക്കുന്ന ജോയ് താക്കോൽക്കാരനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സർക്കാരിനെ വെല്ലുവിളിച്ച് ജോയ് താക്കോൽക്കാരൻ ഹർത്താൽ നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. ആയതിനാൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും വരെ ജോയ് താക്കോൽക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഈ കോടതി ഉത്തരവാകുന്നു. നെൽസൺ മണ്ടേലനൊക്കെ സമ്മതിക്കണട്ടാ. ജയിലെന്ന് പറയണത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ലോകം മുഴുവൻ പുറത്ത്, നമ്മളീ 6 അടി മുറിയിലും. ബെയിലിന് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്നേ, പിന്നെ എന്നാ
പിന്നെ എന്നാ ഇത് കോട്ടയം ഭാഷ പറഞ്ഞ നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യൂട്ടാ. ആ എന്തായി വക്കീലേ, നല്ല രക്ഷണ്ട. ജാമ്യം കിട്ടില്ല. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിയൂർക്ക് മാറ്റും. ഈ വിയൂർ ജയില് ഇതിനേക്കാളും ചെറുതാ മാഷെ? മാഷ് കിടന്നിട്ടുള്ളതല്ലേ ഈ സമരമൊക്കെ ചെയ്യുമ്പോ? 3 വർഷം ഓരടിക്കൂലടാ ഗ്രീൻവേ. ഏയ് നീ ഇത് എന്തുകൊണ്ട് കരയണേ? കംപ്ലീറ്റ് പോസിറ്റീവാടാ. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ മനസമാധാനത്തോടെ ചിന്തിക്കാലോ. ഒറ്റൊരെണ്ണം ശല്യപ്പെടുത്താൻ വേണ്ടി വരില്ലേ? പുണ്യാളൻ അഗർബത്തീസിനേക്കാളും ഒരു പുതിയ ഐഡിയ ആയിട്ട് ഞാൻ പുറത്തു വരല്ലോ. നീ നോയിക്കോ. ഒറ്റ വിഷമമുള്ളൂ മാഷെ, ഇത്രയും കാലം ജീവിച്ചിട്ടും ഈ വേൾഡിൽ നമ്മുടെ ഒരു മാർക്ക് ബാക്കി വെക്കാൻ പറ്റിയില്ലേ? അപ്പോഴേക്കിനകത്തായില്ലേ? ജോയെ, നീ ചെയ്ത തെറ്റിലും ഒരു വലിയ ശരിയുണ്ട്. ഇവിടുത്തെ ശരിയൊക്കെ ആർക്കാ വേണ്ട മാഷെ? ഈ നാടിന് വേണം. അങ്ങനെ ആരും അറിയാതെ നിന്റെ ശ്രമം അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ മാഷെ? നിയമം പോലീസൊക്കെ അവരുടെ കൂടെ അല്ലേ? എല്ലാ കാലത്തും എല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ എന്നും തകിടം മറിച്ചിട്ടുള്ളത് ചങ്കുറപ്പുള്ള ശബ്ദമാണ്. നീ പകുതി വെച്ചിട്ട് പോയ ആ ശബ്ദം ഞാൻ ഏറ്റെടുക്കാൻ പോവാ. ഈ ഭരണകൂടം നിനക്ക് നീതി തരുന്നതുവരെ ഞാൻ ഇവിടെ അനിശ്ചിതകാല ഉപവാസം തുടങ്ങാൻ പോവാ. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ആ സമരപ്പന്തലിൽ കിടന്ന് മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അത് ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കും. ഞാനുണ്ടടാ നിന്റെ കൂടെ. അയ്യറാ, ആൾക്ക് വല്ല കഴിയോ വല്ല പരിപാടി വേണമോ? അഭയ, ഇത് ശരിക്കുള്ള നിരാഹാര. അതെ, ഈ അന്നാസാരയുടെ ലൈനിൽ നീങ്ങിട്ട് വല്ല രക്ഷ ഉണ്ടാവോക്കില്ലേ? നടക്കുവോ നടക്കാതിരിക്കോ ചേട്ടാ. അവന് വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുമോന്ന്. ഹർത്താൽ നടത്തിയാലും KC മാത്യൂസ് ചെയ്ത തെണ്ടിത്തരം നാട്ടുകാരറിഞ്ഞില്ലേ? ജോയി ചെയ്തതാ ശരി. അവന്റെ ലക്ഷ്യം തൃശ്ശൂരോ കേരളോ ഇന്ത്യയിലോ നാം പണ്ടേ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല ജോയ്മോന്റെ ഫസ്റ്റ് ബിസിനസ്സിൽ പാർട്ണറാവാൻ കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുള്ളൂ. എന്റെ പൊന്നുമോനാ ജോയി. അതിന് മാത്രം എന്തുണ്ടായിന്നാ JP പറയണേ? ആശുപത്രിക്ക് പുറപ്പെട്ട മുമ്പ് അനുഭവം ഉണ്ടല്ലോ. ദിവസങ്ങൾ ചെല്ലുന്നോറും ജനങ്ങൾ കൂടി വരും. ചാനലുകാർ കയറിയങ്ങ് മെയ്യും. ബൈ ഇലക്ഷന് നമ്മൾ തോക്കും, കോർപ്പറേഷനും കയ്യിൽ നിന്ന് പോവും. അവനെ റിലീസ് ചെയ്യാണ്ട് മാഷ് ഉപവാസം നിർത്തില്ല. ഇങ്ങനൊരു ഊച്ചാളിയുടെ മുമ്പിൽ തോൽക്കണോ JP? തോൽവി മുന്നോട്ടുള്ള വഴിയാണെങ്കിൽ അതിൽ കൂടെ നടക്കാൻ പിന്നെ എന്താടാ നാണക്കേട്? രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടൊന്നുമില്ല. അത് നീ ആയാലും ഞാനായാലും. മിടുക്കനാവൻ. മാഷിന്റെ ഉപവാസത്തിന്റെ ബഹളത്തിൽ ബൈ ഇലക്ഷന് ജയിക്കാൻ വിചാരിക്കുന്ന KFC-കാർക്ക് നമ്മൾ കൊടുക്കാൻ പോണത് ഒരടിയാ. അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു തുറുപ്പ് ചീട്ട്.
ഈ സമരം അവസാനിപ്പിക്കാൻ എന്താ നിനക്ക് വേണ്ടത്? പുറത്ത് നടക്കണൊക്കെ നമ്മൾ അറിയണ്ട് നേതാവേ. ഈ ബിസിനസ്സിൽ നമുക്കെന്താ നേട്ടം? നിന്റെ ബാങ്ക് ലോൺ പാർട്ടി ഏറ്റെടുക്കുന്നു. ദേവസ്വത്തിൽ നിന്നും പുണ്യാളൻ അഗർബത്തീസിന് വേണ്ട പെർമിഷൻ അതും ഞങ്ങൾ ഏൽക്കുന്നു. പകരം എനിക്ക് വേണ്ടത് ഈ വരുന്ന ബൈ ഇലക്ഷനിൽ നീ RIP സ്ഥാനാർത്ഥി. ഈ ഇലക്ഷൻ ജയിക്കാൻ നിന്നേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി ഇപ്പൊ എന്നെ മുന്നിലില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ ഇതോടുകൂടി മാഷിന്റെ ഉപവാസം തീരുന്നു, നിന്റെ പ്രശ്നങ്ങളും തീരുന്നു, ഞങ്ങളെ വലിയൊരു തലവേദനയും ഒഴിയുന്നു. ആലോചിക്ക, അവസരം ജീവിതത്തിൽ ഒരിക്കലേ വന്നിങ്ങനെ തട്ടി വിളിക്കും. ആലോചിക്ക. നമ്മുടെ മുമ്പിലേക്ക് ഓരോ പാത്രത്തിൽ വീഞ്ഞും വിഷവും വെച്ച് നീട്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ വേറെ എന്തിട്ട് ഓപ്ഷനല്ല മാഷെ. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട വഴിയാണോ പൊളിറ്റിക്സ്? കാലം അതല്ലേ മാഷെ. നമ്മൾ കാണുന്ന പുറത്തുള്ള കളികളുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ തെണ്ടികളുടെ കൂടെ അകത്ത് നിന്ന് കയറി കളിക്കാൻ പറ്റിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. ജയിച്ച മിനിമം ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ്. ഷുവറാ നമ്മുടെ ബിസിനസ് അനുവിന്റെ പേരിലാക്കിയാ പോരെ? പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം എനിക്കത് മനസ്സിലാവില്ല കുട്ടി. ഞാൻ പുണ്യാളൻ അഗർബത്തീസ് എന്ന കമ്പനിക്ക് ഒരു പേരിട്ടതിന്റെ കാര്യം എന്താണെന്നറിയോ മാഷ്ക്ക്? ഇരിക്കട്ടെ ദൈവത്തിന്റെ ഒരു സപ്പോർട്ട്, അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. ആ കൈക്കൂലി കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി മാഷെ. നമ്മുടെ കഷ്ടപ്പാടിനൊപ്പം നിൽക്കുകയും ആപത്ത് സമയത്ത് ഒരു കൈതന്ന് സഹായിക്കുകയും ചെയ്യണവരാ ഒറിജിനൽ പുണ്യാളന്മാര്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ മാഷെ, നിങ്ങളൊക്കെയാണ് ട്ടാ ആ ടീംസ്. ഇറങ്ങട്ടെ മാഷെ, നാളെ നോമിനേഷൻ കൊടുക്കണം. ജയിച്ചു ചോദിച്ചാ 1-2 കൊല്ലം കൊണ്ട് തൃശ്ശൂരിന്റെ ഫേസ് നമ്മൾ മാറ്റും. അത് ഞാൻ മാഷ്കാരനൊരു വാക്കാ. പാവം ഒടുക്കത്തെ വെള്ളടേരുന്നു, വയറുണ്ടല്ലേ. പാർട്ടി കീഴ്വഴക്കനുസരിച്ച് KCയുടെ മരണത്തിൽ അനുശോചിക്കാൻ 24 മണിക്കൂർ ഹർത്താൽ ആഹ്വാനം ചെയ്യണ്ടേ? ഹർത്താൽ നടത്തിയിട്ട് എന്തുട്ട് അനുശോചിക്കാനാണ്ടാ? ഈ കീഴ്വഴക്കം എന്ന് പറയണതേ മാറ്റാനുള്ളതാ. നീ വായോ. പുണ്യാളൻ അഗർബത്തീസിന്റെ നല്ല നടത്തിപ്പിന് എനിക്ക് താങ്ങും തണലായിട്ടുണ്ടായിരുന്നത് മാത്യൂസ് ചേട്ടനായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള് 100 വൃക്ഷത്തൈകൾ അദ്ദേഹത്തിന്റെ പേരിൽ നടുന്ന ഈ സദാചാര ദിനം പുണ്യാളൻ അഗർബത്തീസിന് സ്പോൺസർ ചെയ്യാൻ സാധിച്ചതില് ഒരു എന്താ പറയുക, ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നത്.
എന്ത് പറഞ്ഞാലും അവസാനം അവന്റെ ഒരു പുണ്യാളിനെ ഗർഭത്തിലെത്തും. എനിക്കിതും സൈക്കിൾ ടോപ്പട്ട നമ്മളെ മാത്യു ചേട്ടൻ പോയിട്ട് ഒരു ഹർത്താൽ പോലും നടത്താണ്ട് എന്തുകൊണ്ട് തൈനടൽ വാരാഘോഷം എന്നാ പറഞ്ഞേ. മാത്യു ചേട്ടന്റെ ആത്മാവ് പൊറുക്കില്ലാട്ടാ. അവര് നടട്ടാ, അടുത്ത ഹർത്താൽ വരട്ടെ, നമുക്ക് വെട്ടി നിർത്താലോ. അവന്റെ ഒരു നവചിന്ത. ഹായ്, ഒന്നും മിണ്ടായിരിക്കിന്റെ പപ്പേട്ടാ. ജോയേട്ടൻ പറയണത് ശ്രദ്ധിക്ക്. ജോയ് ഏട്ടനാ? ആ പാർട്ടി വക്കീൽ അതിന്റെ അഹങ്കാരം കണ്ടില്ലേ. മാത്യു ചേട്ടൻ പോയപ്പോണ്ടായ ആ വിടവ് നമുക്ക് ആർക്കും നികത്താൻ പറ്റില്ല. ഉണ്ണിയാളനാ എനിക്ക് ക്രിസ്ത്യാനി പേരാ. ഇതെന്തൂട്ടത്? ഇവിടെ ജോയേട്ടനടാ ഉണ്ണിയാള പ്രത്യസിന്റെ കമ്പനി പ്രോപ്പർട്ടിയാ. ഗ്രീനു, ഉച്ചക്കത്തെ മീറ്റിംഗിന് വേണ്ട സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് ഓക്കെ അനുസരിച്ചേ. ആ അത് നമുക്ക് പോരത്തിന് മുമ്പ് ശരിയാക്കാം. ഹായ്, നമ്മുടെ ബേബി മിസ്ട്രീറ്റിലേത് നോക്കിയേ. അതന്നെ മുതലേ ജഡ്ജി സാറേ മനസ്സിലാവില്ലേട്ടാ. ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടാ? എന്നൊക്കെ മറക്കാൻ പറ്റുവാ? എങ്ങനെയുണ്ടാ കാര്യങ്ങളൊക്കെ? പിന്നെ പൊളിക്കല്ലേ പുണ്യാളുടെ പ്രതീസ്. ഞാനിപ്പോ നമ്മുടെ കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ മാനേജറാണ്. അത് ശരി. അപ്പൊ നീയടാ? ഞാൻ ചീഫ് ഓപ്പറേഷൻസ് മാനേജർ. അയ്യപ്പണ്ണാണ് നമ്മുടെ കമ്പനിയുടെ റോ മെറ്റീരിയൽസ് കളക്ടർ. വൈകിട്ടേക്ക് 2 ലോഡ് പിണ്ടം വേണം. ചെന്നൈക്ക് കയറ്റി അയക്കാനുള്ളതാണ്. സാറിന് നമ്മുടെ ഇടിവെട്ടി സാബുവിനെ ഓർമ്മയില്ലേ? ശരി പേരല്ലേ? ഇപ്പൊ നമ്മുടെ സ്വന്തം ആളാ. ഒരു കുഞ്ഞാടപ്പോ ദേ അവിടെ ഓടി ഓടി നടക്കണു. മുതലാളിക്ക് ഒരു നല്ല കാലം വരുമ്പോ അത് എല്ലാവർക്കും ഉണ്ടാവും പറഞ്ഞിട്ട് മുതലാളി വാക്കാ പാലിച്ചു. ഞെട്ടിച്ച് കളഞ്ഞല്ലോ ചെക്കൻ.